ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്തികയെ കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്ക് പോവാൻ ഇടവില്ലെന്നാണോ നീ കരുതിയത്? എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടിയാളും വേറെ വരും. അല്ല, കുഞ്ഞിന് വലിയ കാറൊക്കെ ഉള്ളതല്ലേ? നിങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യൂ? ഞാൻ ബസ്സിലോ കാറിലോ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യും. താൻ ആരാ? തനിക്കിപ്പം എന്തൊക്കെ അറിയണം? കുഞ്ഞ് എന്നോടെന്തിനാ ചൂടാവുന്നേ? ഞാനൊരു കുശലം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്നോട് കുശലം ചോദിക്കാൻ താൻ ആരാ? എന്റെ ബന്ധുവോ? അത് പിന്നെ താൻ പോയെ. ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നതിന് തനിക്ക് എന്താ? ഇത് തന്റെ കുടുംബസ്വത്തോ മറ്റോ ആണോ? എന്റെ കുഞ്ഞെ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനങ്ങ് പോയേക്കാം. ഈ കൊച്ചിന് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നേ. ഭ്രാന്ത് തന്റെ. കുശലം ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്താ? എന്തു പറ്റി? അയാളോട് എന്തിനാ വഴക്കിട്ടത്? അവനും കണക്കാ താനും കണക്കാ. ഇന്നേ വരെ തന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടോ? തന്നെ ഏൽപ്പിച്ചതെല്ലാം ബൂമറാങ് പോലെ എന്റെ തലയിൽ തന്നെ വന്ന് വീണു. അതിന്റെ ഫലമായിട്ടാ ഇപ്പൊ ഞാൻ ഈ പെരുവഴിയിൽ വന്ന് നിൽക്കുന്നത്. എടോ, പാമ്പിന്റെ പത്തിക്കടിച്ചു വേണം കൊല്ലാൻ, അല്ലാതെ നോവിച്ചു വിടരുത്. തരം കിട്ടിയാ അത് തിരിച്ചു കൊത്തും. എന്റെ ഭർത്താവ് ഇപ്പൊ എന്നോട് അതാ ചെയ്തിരിക്കുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കിയ നീയാ. കൊല്ലാൻ പറഞ്ഞ കൊല്ലണം, മനസ്സിലായോ? അവന്തി, ഒന്ന് സമാധാനിക്ക്. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ ഉണ്ടായെന്ന് പറയും. എന്താ ശിവരാമ നിനക്ക് പറയാനുള്ളത്? എന്നെ ചതിച്ചതാ ആ നിൽക്കുന്ന സ്ത്രീ. എന്റെ അസുഖം മാറിയിട്ട് കുറച്ച് നാളായി. പക്ഷേ എന്റെ ഭാര്യയുടെ യഥാർത്ഥ മുഖം തെളിവുകൾ സഹിതം അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരവസരം കാത്ത് വയ്യാത്തവനായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. അപ്പോ അർച്ചന തീർന്നോ? സച്ചി, തീർന്നു കാണും. ചാകാൻ തക്കവണ്ണം അവക്ക് കൊടുത്തിട്ട് തന്നെയാ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അല്ല, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. നിക്ക്, നീ എന്ത് ചെയ്യാൻ പോന്നു? ആദ്യം വണ്ടി കയറ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം.
ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാ. എങ്ങോട്ട് പോവും? നിന്റെ വീട്ടിലേക്കോ അതോ വല്ല ഹോട്ടലിലേക്കോ? തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും ഈ റോഡിൽ ഇങ്ങനെ നിൽക്കണ്ട, വാ. നീ എന്താടാ വിചാരിച്ചത്? അവന്തികയെ കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്ക് പോവാൻ ഇടവില്ലെന്നാണോ നീ കരുതിയത്? എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടിയാളും വേറെ വരും. ഹലോ. ഇല്ല, എത്തിയില്ല. ഞാൻ അത്യാവശ്യമായിട്ട് മറ്റൊരിടത്ത് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ശരി. ഇനിയാണ് അവന്തികയുടെ യഥാർത്ഥ മുഖം എല്ലാവരും കാണാൻ പോകുന്നത്. സന്ധ്യച്ചി, നമുക്ക് ബോധം തെളിഞ്ഞോ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്താന്നും പറയാത്തെ? സന്ധ്യ, അർച്ചനയുടെ അവസ്ഥ ഇപ്പൊ എന്താ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോവാം. ഇനി എങ്ങോട്ട് കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ എല്ലായിടത്തും ചെയ്യാൻ കഴിയൂ. ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. എന്തും സഹിക്കാനുള്ള ശക്തി ഉണ്ടായേ പറ്റൂ. ഇനി ഞാൻ പറയുന്നത് കേട്ട് ആരും ബഹളം വയ്ക്കരുത്.